പിന്നെ ഞായറാഴ്ച ഫ്രൈഡേ ആയി, അത് എഫക്റ്റീവായിട്ട് നടപ്പിലാക്കി. അപ്പം ശനിയാഴ്ച 60% വരെ ബിവറേജസിലെ വിൽപ്പന കൂടി. പിന്നെ ടൂറിസം മേഖലയിൽ നിന്ന് ധാരാളം പരാതി വന്ന സാഹചര്യത്തിൽ ഫ്രൈഡേ മാറ്റുമ്പോഴും ഒരു ആഴ്ചയിലെ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് അത് കുറച്ചുകൊണ്ടാണ് ഞായറാഴ്ച ഒഴിവാക്കിയത്. അതായത് 6 ദിവസത്തെ മുഴുവൻ സമയവും ബാർ തുറക്കുന്ന മണിക്കൂറുകൾ അതിനെ 7 കൊണ്ട് ഭാഗിച്ച് ഞായറാഴ്ചയും ബാർ തുറക്കുക. അപ്പം ഒരാഴ്ചയിൽ 15 മണിക്കൂർ വെച്ച് 90 മണിക്കൂറാണ് ബാറുകൾ തുറക്കുന്നത്. അതിനെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞപ്പം അത് 12 മണിക്കൂർ 51 മിനിറ്റാണ് വരുന്നത്. 12.5 മണിക്കൂറാക്കി കുറച്ചു. പൂട്ടിയ ബാറുകൾക്ക് ഓരോ ബാറുകളിലും ഉണ്ടായിരുന്ന എല്ലാ തൊഴിലാളികൾക്കും തൊഴിൽ കൊടുക്കണമെന്ന വ്യവസ്ഥയിൽ ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കും. 31/3/2014 പ്രവർത്തിച്ചിരുന്ന ഹൈജീനിക്കായ ബാർ ഹോട്ടലുകൾക്ക് മാത്രമേ ഇതിന് അർഹതയുള്ളൂ. 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾക്ക് പുതിയതായി അനുമതി നൽകില്ല എന്ന UDF തീരുമാനം നിലനിൽക്കും. എന്നാൽ അന്ന് തന്നെ എടുത്തിട്ടുള്ളതുപോലെ 5 സ്റ്റാറിനും അതിന് മുകളിലുള്ള സ്റ്റാർ ഹോട്ടലുകൾക്കും ബാർ ലൈസൻസ് നൽകാനുള്ള തീരുമാനമുണ്ട്. ഈ റോഡ് സൈഡിൽ നിന്ന് മാറ്റിക്കൂടെ? കേരളത്തിൽ ഇപ്പം ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റും വേറൊരിടത്തേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാറ്റൽ നടത്താൻ പോയി പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനില്ല. അത് നിർത്തലാക്കുന്നതിനെ കുറിച്ച് ഏതായിരുന്നാലും നമ്മൾ ഓരോ വർഷവും 10% വീതം നിർത്തലാക്കുകയാണ്. ഈ തീരുമാനത്തോട് മുസ്ലിം ലീഗിനുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്.